വിധക്കാരൻ്റെ ഉപമ കടൽ തീരത്ത് വച്ച് യേശു വീണ്ടും പഠിപ്പിക്കാൻ തുടങ്ങി. അവരെ വലിയ ഒരു ജനാവലി അവന് ചുറ്റും കൂടി. അതിനാൽ കടലിൽ നിന്ന് ഒരു വഞ്ചി അവൻ കരകയറിയിരുന്നു. ജനങ്ങളെല്ലാം കരയിൽ കടലിന് അഭിമുഖീകരിച്ച് നിന്നിരുന്നു. അവൻ ഉപമകൾ വഴി പല കാര്യങ്ങൾ അവരെ പഠിപ്പിച്ചു. അവരെ ഉപദേശിച്ചുകൊണ്ട് അവൻ പറഞ്ഞു, കേൾക്കുവിൻ. ഒരു വിതക്കാരൻ വിത്ത് വിതയ്ക്കാൻ പുറപ്പെട്ടു. വിതച്ചപ്പോൾ വിത്തുകൾ ചിലത് വഴിയരികിൽ വീണു. പക്ഷികൾ തിന്നു. അവ തിന്ന് കളഞ്ഞതു. മറ്റു ചിലത് മണ്ണ് അധികമില്ലാത്ത പാറപ്പുറത്ത് വീണു. മണ്ണ് ആഴമില്ലാത്തതിനാൽ അത് പെട്ടെന്ന് മുളച്ചു പൊങ്ങി. സൂര്യൻ ഉദിച്ചപ്പോൾ അത് വെയിലേറ്റു വാടുകയും വേരില്ലാത്തതിനാൽ കരിഞ്ഞു പോവുകയും ചെയ്തു. വേറെ ചിലത് മുൾപ്പടപ്പുകളിൽ വീണു. മുൾപ്പടപ്പിൽ ചെടികൾ വളർന്ന് അതിനെ ഞെരുക്കി കളഞ്ഞു. അത് ഫലം പുറപ്പെടുവിച്ചില്ല. ശേഷിച്ച വിത്തുകൾ നല്ല മണ്ണിൽ പതിച്ചു. അവ തഴച്ചു വളർന്നു 30ഉം 60ഉം മേനിയായി ഫലം വിളയിച്ചു. അവൻ പറഞ്ഞു, കേൾക്കാൻ ചെവിയുള്ളവൻ കേൾക്കട്ടെ. ചെല്ല മക്കളെ, ഇന്ന് എൻ്റെ ചെല്ല മക്കൾക്കെല്ലാം സുഖമാണോ? ഹാപ്പിയാണോ? ഇന്ന് അമ്മ പറഞ്ഞു, ഇന്ന് വൈകുന്നേരമേ അമ്മ യൂട്യൂബ് ഇടുമെന്ന്. പക്ഷേ ഇന്ന് ദൈവം പറഞ്ഞിരിക്കുകയാണ്, ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കണം. അതുകൊണ്ട് നീ എന്തെങ്കിലും നീ യൂട്യൂബ് ഇടാതെ ഒരിടവും എനിക്ക് പോകാൻ പാടില്ല. 1ാം സ്ഥാനം ദൈവത്തിന് കൊടുക്കണമെങ്കിൽ എന്ത് ചെയ്യണം? അമ്മ യൂട്യൂബ് ഇട്ടിട്ടേ അമ്മയ്ക്ക് പോകാൻ പറ്റും. ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കണം. ഈ വചനമായ വിത്ത് ഇത് നിങ്ങളെ ലോകമെങ്ങും അറിയിക്കേണ്ടിയുണ്ട്. അതുകൊണ്ടാണ് അമ്മ ഇത് പറയാൻ കാരണം. എൻ്റെ ചെല്ല മക്കളെ, ഈ വചനത്തിൽ കണ്ടതുപോലെ എല്ലാം അമ്മ ഈ ഗസമ തോട്ടത്തിൽ അനുഭവിച്ച കഥകളാണ് മക്കളെ. പീഡനങ്ങൾ എന്ന് വെച്ചാൽ അത്രയ്ക്ക് പീഡനങ്ങൾ അനുഭവിച്ചു. എന്ന് വെച്ചാൽ ഇത് പാറമുറത്ത് വീഴുന്ന വിത്ത്, അത് അങ്ങനെ ഒരു മയമില്ലാത്ത ഹൃദയമില്ലാത്ത ആളുകളായിരുന്നു മക്കളെ ഈ ത്രേസ്യാപുരത്തുള്ളത്. സത്യമായിട്ട് മക്കൾ, അത്രയ്ക്ക് ഒരു മയമില്ല. പിന്നെ മുൾച്ചെടിയുടെ പടപ്പിൽ വീഴുന്ന വിത്തെന്ന് പറഞ്ഞ് ഇതിൽ ഉപമയുണ്ട്. അതെങ്ങനെയായിരുന്നു അമ്മയെ ഞെരിക്കുന്നത്? അപ്പോൾ അമ്മയ്ക്ക് പള്ളിയിൽ ഇത്രയും സ്ഥലം ഉണ്ടെങ്കിൽ പോലും ഇരിക്കാൻ സമ്മതിക്കില്ല മക്കളെ. കുറുക്കിലിട്ട് പിടിയും, അങ്ങോട്ടിട്ട് പിടിയും, ഇങ്ങോട്ട് എങ്ങനെയെങ്കിലും ഓട്ടിക്കണം. ഈ വചനം പറയണോണ്ട് അവർക്ക് ദേഷ്യം. അങ്ങോട്ട് പിടി ഇങ്ങോട്ട് പിടി, നാക്ക് നീട്ടൊക്കെ, ഇങ്ങനെയൊക്കെ ഒത്തിരി പീഡനം. അവർക്ക് അമ്മ സ്ഥലമില്ലാതെ എന്നുള്ളൊരു കല്യാണത്തിന് പോയപ്പോൾ എന്തെങ്കിലും അങ്ങോട്ട് വേറെ ഒരു സ്ഥലത്തോട്ട് പോയിരുന്നു. അത്രയ്ക്ക് പീഡനം, അങ്ങോട്ടും ഇങ്ങോട്ടും ഞെരുക്കമായിരുന്നു. പക്ഷേ അമ്മയുടെ ഹൃദയത്തിൽ നല്ല നിലത്ത് വീഴുന്ന വിത്തായതുകൊണ്ട് അമ്മ എന്തെങ്കിലും പിടിച്ചു നിന്നു. അല്ലെങ്കിൽ അമ്മ എന്തെങ്കിലും ഈ പീഡനങ്ങളെല്ലാം സഹിച്ചപ്പോൾ അമ്മ എന്തെങ്കിലും ചെയ്യുമായിരുന്നു? അമ്മ കുഴഞ്ഞു വീഴുമായിരുന്നു. അമ്മ എല്ലാം സഹിച്ച്. അപ്പോൾ അമ്മ നല്ല നിലത്ത് വീഴുന്ന ഈ വിത്ത്, ഇത് എന്ത് ചെയ്യണം? ലോകം മൊത്തം എല്ലാ മക്കളും അറിയേണ്ടതുണ്ട്. അതുകൊണ്ടാണ് ദൈവം നീ ഇത് എന്ത് ചെയ്യണം? ഈ വിത്തിനെക്കുറിച്ച്, ഈ വിത്തിൻ്റെ ഉപമ കേൾക്കാൻ ചെവിയുള്ളവർ കേട്ടോട്ടെ. നീ എല്ലാം ഇത് പറഞ്ഞിട്ട് വേണം. എൻ്റെ ഹൃദയത്തിൽ നിന്ന് എന്ത് എനിക്കിതൊന്നും പറഞ്ഞു തരാൻ ആരുമില്ല മക്കളെ. പക്ഷേ അമ്മയുടെ ഹൃദയത്തിൽ നിന്ന് ഇതൊക്കെ വരികയാണ്. ഈശോ പഠിപ്പിച്ചു തരികയാണ്. എൻ്റെ ദൈവം ഇത് എന്നിൽ കൂടി എന്നെ ഇങ്ങനെ ഇങ്ങനെയൊക്കെ നീ പറഞ്ഞു കൂടെ, നിൻ്റെ മക്കൾക്ക് പറഞ്ഞു കൂട് എന്നൊക്കെ. അപ്പം നമ്മളെ ജീവിതത്തിൽ ഓരോരുത്തരും ഇങ്ങനെയൊക്കെ ഇരിക്കാൻ പോകുമ്പം തള്ളണതും ഇങ്ങനെയൊക്കെ ഞെരുക്കങ്ങളൊക്കെ നമുക്കുണ്ടാവും. ഈ വിത്തിൽ പറഞ്ഞതുപോലെയുള്ള അനുഭവങ്ങൾ ഉണ്ടാവില്ലേ മക്കളെ? ഉണ്ടാവും മക്കളെ. പാറപ്പുറത്ത് വീഴുന്ന ഒരു മനസ്സ് ഒരു കല്ല് പോലെ ഇരിക്കുന്നത്, അതാണ് പാറപ്പുറത്ത് വീഴുന്ന മക്കളെ. ഒരു മനസ്സൊരു മയമില്ല ചിലവർക്കൊരു ക്ഷമയില്ല മക്കളെ. അതാണ് പാറപ്പുറത്ത് വീഴുന്ന വിത്ത് പോലെ. നല്ല നിലത്ത് വീഴുന്ന വിത്ത് എന്തെങ്കിലും ചെയ്യും? ആരും ഹൃദയം കഠിനമാക്കൂല മക്കളെ. അവർ സന്തോഷമായി എല്ലാ മക്കളോടെയും സംസാരിച്ച് എന്ത് വേദന ഉണ്ടെങ്കിലും അത് അവരെ കാണിക്കാതെ അവർക്ക് സ്നേഹം കൊടുക്കും മക്കളെ. സ്നേഹം കൊടുക്കണയാണ് മക്കളെ. സ്നേഹമാണ് മക്കളെ ദൈവമാണ് മക്കളെ വചനമായ സ്നേഹം ഹൃദയത്തിൽ കൊണ്ടുവരാം. അപ്പോൾ അതാണ് അമ്മ ഇന്ന് ഉദ്ദേശിച്ച ഈ വിത്തിൽ കൂടി, ഈ ഉപമയിൽ കൂടിയൊക്കെ, ഈ വചനത്തിൽ കൂടിയൊക്കെ അമ്മ ആഗ്രഹിച്ചത് ഇതാണ്. നിങ്ങളെ ഹൃദയത്തിൽ കൊണ്ടുവരാൻ കഴിയും. അമ്മ ഇതാണ് ആഗ്രഹിച്ചത്. ഇങ്ങനെയുള്ള ഞെരുക്കങ്ങളൊക്കെ നമുക്ക് കാണും മക്കളെ. പക്ഷേ ഇത് അമ്മയിലാണ് ഈ വചനമായ വിത്തിനെ ദൈവം വിതച്ചത്. ഇങ്ങനെ നീ ലോകത്ത് മക്കൾക്ക് പറഞ്ഞുകൂടെന്ന്. അപ്പോൾ അമ്മ ഇത് പറയാതെ പോയാൽ, അമ്മ ദൈവത്തിന് 1ാം സ്ഥാനം കൊടുക്കാതെ പോയാൽ ദൈവം അമ്മയോട് ക്ഷമിക്കുമോ മക്കളെ? ഇല്ല, ഒരിക്കലും ക്ഷമിക്കൂല. ദൈവത്തിന് സ്നേഹം കാണും? ഒരിക്കലും ഇല്ല. അതുകൊണ്ടാണ് അമ്മ ഈ സമയമില്ലാത്ത സമയത്തും അമ്മ ഇരുന്ന് എൻ്റെ ചെല്ല മക്കൾക്ക് ഇതെല്ലാം പറഞ്ഞു തരണം. എൻ്റെ ചെല്ല മക്കളെല്ലാം സന്തോഷമായിരിക്കണേ, ഹാപ്പി ആയിരിക്കണേ. നിങ്ങളെല്ലാം സന്തോഷമായിരിക്കണം, നിങ്ങളെല്ലാം ഹാപ്പി ആയിരിക്കണം. എൻ്റെ ചെല്ല മക്കളെല്ലാം
നിങ്ങളെ കണ്ണീരോടെ ഇരിക്കണ എൻ്റെ ചെല്ല മക്കൾക്കെല്ലാം അമ്മ പറയുകയാണ്, നിങ്ങൾക്ക് നല്ല അനുഗ്രഹങ്ങളെല്ലാം ഉണ്ടാവും. എൻ്റെ ചെല്ല മക്കൾക്ക് അമ്മ പ്രാർത്ഥിക്കുകയാണ്, നിങ്ങളെല്ലാം അനുഗ്രഹമുള്ള മക്കളായി തീരട്ടെ. എൻ്റെ ചെല്ല മക്കൾക്കെല്ലാം ജോലിയില്ലാതിരിക്കുന്ന മക്കൾക്കെല്ലാം ജോലി കിട്ടട്ടെ. സമാധാനവും സന്തോഷവും നിങ്ങളെ കുടുംബത്തിൽ നിങ്ങൾക്ക് വരട്ടെ. നിങ്ങളുടെ വീടായ, നിങ്ങളുടെ ഭവനമായ, നിങ്ങളുടെ തിരുക്കുടുംബമായ നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങൾ സ്നേഹവും ഈ ഭജനത്തിൻ്റെ സ്നേഹം, ഭജനം പഠിപ്പിച്ച് നമ്മളെ മക്കൾക്ക് കൊടുക്കുമ്പോൾ അവരെ മക്കളെ ഈ ഭജനം നമ്മളെ മക്കളെ ഹൃദയത്തിൽ വരുമ്പോൾ ആ മക്കൾ ഹൃദയം കഠിനമാക്കൂല മക്കളെ. ഒരു മാതാപിതാക്കളെ ദേഹത്ത് തൊടൂല. അല്ലെങ്കിൽ ഭജനം പഠിക്കാത്ത ഒരു മക്കൾ എന്ത് ചെയ്യും? അവർക്ക് അതിൻ്റെ സ്നേഹം അറിഞ്ഞുകൂടാ. അവർ മാതാപിതാക്കൾ അടിക്കില്ല മക്കളെ അടിക്കും. നമ്മൾ ഭജനമായ വിത്ത് നമ്മളെ മക്കളെ ഹൃദയത്തിൽ പറഞ്ഞു കൊടുത്ത് ആ സ്നേഹം നമ്മളെ വീട്ടിൽ കൊണ്ടുവന്ന് നമ്മളെ മക്കളെ നല്ല രീതിയിൽ പഠിപ്പിച്ച് നല്ല രീതിയിൽ അവർക്ക് നല്ല വിദ്യാഭ്യാസവും നല്ല ഇതൊക്കെ കൊടുക്കുമ്പോൾ നമ്മളെ മക്കളാണ് നമുക്ക് ഭാവിയിൽ നല്ല അനുഗ്രഹമുള്ള മക്കളായി തീർന്ന എൻ്റെ ചില മക്കളെ. ഈ കരുണയുടെ സഹായം ചെയ്യണേ മക്കളെ. അമ്മ അത്രയ്ക്ക് പേടിപ്പിച്ചു. ഈ ഗസമ്മ തോട്ടത്തിൽ എൻ്റെ ദൈവത്തിന്, എൻ്റെ യേശുവിനെ അത്രയ്ക്ക് ക്രൂശിലറിഞ്ഞു മക്കളെ. കഥകളെല്ലാം അമ്മ പറഞ്ഞു തരും എൻ്റെ ചെല്ല മക്കളെല്ലാം. അതുകൊണ്ട് ദൈവത്തിന് 1-ാം സ്ഥാനം കൊടുക്കണം. അതുകൊണ്ടാണ് അമ്മ ഇന്ന് ഓടി വന്നിരുന്നത്. അമ്മയ്ക്ക് സമയമില്ലെങ്കിൽ അമ്മ പറഞ്ഞു, അമ്മ വൈകുന്നേരമേ ഇടുമെന്ന്. എന്നാലും സമയമില്ലെങ്കിൽ അമ്മ ഓടി വന്ന് ഇടുന്നത് 1-ാം സ്ഥാനം അമ്മ കൊടുത്തേ പറ്റുള്ളൂ ദൈവത്തിന്. അതാണ് എൻ്റെ ചെല്ല മക്കളുകൾ. അതുകൊണ്ട് ഈ കരുണയുടെ സഹായം അമ്മയ്ക്ക് എല്ലാവരും ചെയ്യണേ. എൻ്റെ ചെല്ല മക്കളുകൾ അമ്മയ്ക്ക് എത്രയും പെട്ടെന്ന് എൻ്റെ ചെല്ല മക്കളെല്ലാം എല്ലായിടത്തും വന്ന് കാണണം. എൻ്റെ ചെല്ലങ്ങളെല്ലാവരെയും കാണണം. അതുകൊണ്ട് എൻ്റെ ചെല്ല മക്കളെല്ലാം കരുണയുടെ സഹായം ചെയ്യണം. ഈ പിതാവിൻ്റെ പേരിൽ പറഞ്ഞുള്ള കരുണയുടെ സഹായം എൻ്റെ ചെല്ല മക്കൾ നാട് മൊത്തം എല്ലാ കത്തോലിക്ക സഭയും ഇത് ഒന്നൊരുങ്ങി വരണം. എന്ന് വെച്ചാൽ വൈദികർക്ക് സിസ്റ്ററിന് എന്ത് ചെയ്യണം? നമ്മൾ 1-ാം സ്ഥാനം വാങ്ങിച്ചു കൊടുക്കേണ്ടി ഉണ്ട് മക്കളെ. നമ്മളെ ഹൃദയം നമ്മൾ കഠിനമാക്കാതെ നമ്മളെ ഈ നല്ല നിലത്ത് വീഴുന്ന വിത്ത് പോലെ നമുക്ക് ആയിത്തീരാൻ നമ്മളെ മക്കളെ അങ്ങനെ പഠിപ്പിച്ച് നിങ്ങൾക്ക് നല്ലത് വരട്ടെ മക്കളെ. അമ്മ കൈപ്പൊക്കി എൻ്റെ ചില മക്കളെല്ലാം അനുഗ്രഹിക്കുകയാണ്. നിങ്ങൾ നല്ല അനുഗ്രഹമുള്ള മക്കളായി തീരുവാൻ, കടബാധ്യത എല്ലാം തീരുവാൻ, നിങ്ങളെ കണ്ണീരെല്ലാം ദൈവം തുടയ്ക്കുമാറാകട്ടെ യേശുവേ. എൻ്റെ ചെല്ലമ്മ എല്ലാ മക്കളെയും ഒരു മക്കളെ പോലും ഒഴിവാക്കാതെ എൻ്റെ യൂട്യൂബ് കാണുന്ന എല്ലാ മക്കളെയും നിങ്ങൾ അനുഗ്രഹമുള്ള മക്കളായി തീരട്ടെ. എൻ്റെ ചെല്ല മക്കളെല്ലാം അമ്മ വയ്ക്കട്ടെ.